നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. മാല ചീരുവിന്റെ കഴുത്തിലുണ്ടല്ലോ അച്ഛാ. അതൊന്ന് സൂക്ഷിച്ചു നോക്കണം. മാലയും കൂടി അവള് പണയപ്പെടുത്തിയത്. ശരിയാണല്ലോ, ഇത് ആ മാലയല്ല, റോൾഡ് ഗോൾഡ്. എന്താ ചിരു ഇതൊക്കെ? പണത്തിന് ആവശ്യം വന്ന സ്വർണം പണയപ്പെടുത്തുന്നതിൽ തെറ്റില്ല. പക്ഷെ ഇവള് ചെയ്തത് തികഞ്ഞ ധിക്കാരായിപ്പോയി. താലിമുദ്ര മാറ്റിവെച്ചിട്ട് മാല മാത്രം പണയം വെച്ചാ പോരെന്ന് വേണുവളോട് ചോദിച്ചതാ. കേട്ടില്ല ഇവള്. അതവിടെ പണയം വച്ചേ പറ്റുമായിരുന്നുള്ളൂ അവക്ക്. കുടുംബത്തിൽ കഷ്ടപ്പാടായാലും പട്ടിണിയായാലും അത് പുറത്തറിയിക്കാതെ അഭിമാനത്തോടുകൂടി ജീവിക്കണം എന്നല്ലേ മക്കളെ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത്. നമ്മുടെ ഉള്ളിലെ കഥ മറ്റുള്ളവരെ കൂടി അറിയിച്ച് എന്തിനാ വെറുതെ സ്വയം നാണം കിടുന്നത്? നിങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. പഞ്ചരത്നത്തിലെ എല്ലാവർക്കും ഒരേ മനസ്സാണ് ഞാൻ ഇതുവരെ കരുതിയിരുന്നത്. നിങ്ങളും ഇപ്പൊ പരസ്പരം അറിയാതെയാണോ ഈ വീട്ടിൽ ജീവിക്കുന്നത്? പറയമ്പടി, നീയല്ലേ മൂത്തോള്? അച്ഛാ, അത് അക്കൗണ്ടിൽ കാശുണ്ടെന്ന് പറഞ്ഞോ ചീരു സരോജന എന്റെ കൊണ്ട് ഇവിടുന്ന് പോയത്. ഇങ്ങനെ കാണിക്കുമെന്ന് അറിയത്തില്ലായിരുന്നു അച്ഛാ. ചീരു മുക്ക് പണ്ടോട്ട് നടന്നപ്പോ നിനക്കെങ്കിലും മനസ്സിലായില്ല അനു. ബാക്കി എല്ലാവരും ദേഷ്യം വന്ന കുറച്ച് സമയത്തേക്കെങ്കിലും മുഖം വീർപ്പിച്ച് മാറി നിൽക്കുന്നവരാ. നീ അങ്ങനെ ആയിരുന്നില്ലല്ലോ അനു. നിനക്ക് പോലും പിടിതരാതെ ഇവൾ എന്തിനാ ഇങ്ങനെ ഒരു കാര്യം ചെയ്തത്? പറ, എന്തിനാ ഇവളത് ചെയ്തത്? ഞാൻ പറയാച്ച, അച്ഛൻ വേറെ ആരെയും കുറ്റപ്പെടുത്തണ്ട, ഞാൻ തന്നെ പറയാം. ഞാൻ എന്നെ തന്നെ വെറുതെ നിൽക്കുന്ന ഒരു സമയത്ത് സരോജന എന്റെ സഹായം ചോദിച്ചു വന്നത്. സത്യത്തിൽ എന്റെ അക്കൗണ്ടിൽ കാശൊന്നും ഇല്ലായിരുന്നു. കുഞ്ഞു ഹോസ്പിറ്റലിൽ കിടക്കുമ്പോ സഹായിക്കാൻ ഭർത്താവ് അടുത്തില്ലാത്തൊരു പെണ്ണിന്റെ അവസ്ഥ മറ്റാരെക്കാളും നന്നായിട്ട് എനിക്ക് മനസ്സിലാവും. അതുകൊണ്ട് ഒരു പ്രയോജനമില്ലാത്ത എന്റെ താലി സരോജിനി എന്റെ മകൾക്ക് അവരുടെ കുഞ്ഞിന് വേണ്ടി ഉപയോഗിക്കണമെന്ന് എനിക്ക് തോന്നി. താലിമുദ്രയില്ലാതെ തന്നെ ആവശ്യത്തിനുള്ള പണം കിട്ടുമെന്ന് ആ ചേട്ടൻ എന്നോട് പറഞ്ഞതാ. പക്ഷെ ആ സമയത്ത് എന്റെ മനസ്സിൽ അച്ഛനായിരുന്നില്ല. ആ താലി അണിയിച്ച് എന്നെ നരകത്തിലാക്കിയ വിനയചന്ദ്രന്റെ മുഖമായിരുന്നു. അതുകൊണ്ടാ അത് ഈ വീട്ടിൽ സൂക്ഷിക്കാതെ അവിടെ കിടക്കട്ടെ എന്ന് ഞാൻ വിചാരിച്ചത്. അച്ഛനത് മാനക്കേടായെങ്കിൽ എന്നോട് ക്ഷമിക്കണം. ഒരിക്കലും അച്ഛനെ വിഷമിപ്പിക്കണമെന്ന് കരുതി ചെയ്തതല്ല. മോളെ, കരയണ്ട. ഇനിയെങ്കിലും എന്റെ മോള് എടുത്തിയാടി ഒന്നും ചെയ്യാതിരിക്കും. നീ ഒരു ആലോചന ഇല്ലാതെ ചെയ്തതെന്ന് അച്ഛന് മനസ്സിലായി. അതൊക്കെ പോട്ടെ. അവനവനോട് തന്നെ ദേഷ്യം തോന്നാൻ മാത്രം ഇവിടെ പ്രത്യേകിച്ച് എന്താ മോളെ ഉണ്ടായത്? അച്ഛനോട് പറ. ഒന്നും സംഭവിക്കാതെ നീ ഒരിക്കലും സ്വയം മറന്ന് പ്രവർത്തിക്കില്ലെന്ന് അച്ഛന് നന്നായിട്ട് അറിയാം. പറ ചെയ്തു. നിന്റെ ചേച്ചിമാർക്ക് പോലും മനസ്സിലാവാത്ത എന്ത് പ്രശ്നമാണ് നിനക്കിവിടെ ഉള്ളത്? ഒന്നുമില്ല അച്ഛാ, ഇതിന്റെ മനസ്സിന്റെ മാത്രം പ്രശ്നം, അല്ലാതെ വേറൊന്നുമില്ല. ഒന്നുമില്ല. ആണോ അനു? ചീരുവിന്റെ ഈ മാനസികാവസ്ഥയ്ക്ക് ഈ വീടുമായി ബന്ധപ്പെട്ട മറ്റ് കാരണങ്ങളൊന്നുമില്ലെന്ന് ഉറപ്പല്ലേ?
അത് അച്ഛാ, അന്ന് മഞ്ചാടിയെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയപ്പോ ഇവിടെ ചെറിയൊരു പ്രശ്നം ഉണ്ടായി. അമ്പിളി ചേച്ചിയും ചീരവും തമ്മിൽ സംസാരത്തിനിടയിലുണ്ടായ ഒരു തെറ്റിദ്ധാരണ മാത്രമാ. രണ്ടുപേർക്കും മനസ്സിൽ കൊണ്ടു.